വ്യാജോപ്പ് കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയുടെ വീട്ടിൽ ബംഗാൾ പോലീസ് CID സംഘം എത്തിയിരിക്കുന്നു. ബൽറാം തുരങ്ങാടി ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. ബൽറാം, മമതാ ബാനർജി സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ സജീവമാകാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ CID സംഘം അവിടെ എത്തുകയാണ്. മൊത്തത്തിൽ മമതയെ വട്ടമിട്ട് വളയുകയാണ്. ഹാഷ്മി, മമതാ ബാനർജി ഡൽഹിയിൽ തുടരുന്നതിനിടെയാണ് ബംഗാൾ പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മമതാ ബാനർജിയുടെ കാളിഘട്ടിലുള്ള വസതിയിൽ എത്തിയിരിക്കുന്നത്. പരിശോധനകളുമായി ബന്ധപ്പെട്ടാണ് ഈ CID സംഘം മമതാ ബാനർജിയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. വ്യാജ ഒപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ 5 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിനെ ബംഗാൾ പോലീസ് രൂപീകരിച്ചിരുന്നു. ആ സംഘമാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീടും ഒപ്പം തന്നെ പാർട്ടി ഓഫീസായ 30B ഹരീഷ് ചാറ്റർജി സ്ട്രീറ്റിലെ ഓഫീസിൽ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിൽ വെച്ചാണ് ഈ വ്യാജ ഒപ്പ് കേസിന്റെ അടിസ്ഥാനമായ പ്രമേയം തയ്യാറാക്കിയത് എന്നുള്ളതാണ് ആരോപണം ഉയർന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്ക് വേണ്ടിയാണ് ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സംഘം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. മുൻകൂട്ടി അറിയിക്കാതെയുള്ള ഒരു നീക്കമായിരുന്നു CID സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സംഘം എത്തി പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി MLA-മാരുടെ കത്ത് അടങ്ങുന്ന പ്രമേയം, ആ പ്രമേയത്തിലെ ചില ഒപ്പുകൾ വ്യാജമാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നിരുന്നത്. അത് 2 MLA-മാർ, നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട ഋതബ്രത ബാനർജി അടക്കമുള്ള 2 പേരാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി അറിയിച്ചത്. തുടർന്നായിരുന്നു കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചതും. ഈ കേസിന്റെ അന്വേഷണത്തിനായി ഒരു DIG-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും പിന്നീട് ആ കേസ് ഗൗരവമായുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് പുതിയ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും പാർട്ടിക്കുള്ളിലെ വിമത നീക്കത്തെ തുടർന്ന് ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തായാലും അഭിഷേക് ബാനർജിയാണ് ഈ ഒരു കേസിലെ പ്രധാന പ്രതിയായി CID കണക്കാക്കുന്നത്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.